Hello my dear students, welcome to Sausage Shack. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിയിലെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 1 ആണ്. 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനകത്ത് കുറച്ചധികം ടോപ്പിക്കുകൾ കാണുന്നുണ്ട്. സോ ഇതെല്ലാം ഒന്നൊന്നിനോട് ലിങ്ക്ഡ് ആണ്, അതുകൊണ്ടാണ് ഈ ടോപ്പിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ലെവൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, സൈസ് ഓഫ് പോപ്പുലേഷൻ, ഡെമോഗ്രഫി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും 5 റെവല്യൂഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ 5 റെവല്യൂഷൻസ് എല്ലാം പഠിച്ച് അതിൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള നോട്ട്സ് ഒക്കെ കണ്ട് അതൊക്കെ റിവൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടില്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഓഗസ്റ്റ് 30th മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കംപ്ലീറ്റ് ക്വാർട്ടർലി പോർഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ചാനലിൽ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിനകത്ത് ഈ ചാപ്റ്ററിൻ്റെ എല്ലാം കംപ്ലീറ്റ് നോട്ട്സും അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോർഷൻസ് കഴിയുന്നതോടൊപ്പം നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്താ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും മറ്റൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അതിനോട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒപ്പം നിങ്ങളും പോരണം. അപ്പൊ അതിനായിട്ട് എന്ത് വേണം, എന്നോടൊപ്പം തന്നെ നിങ്ങളും ടോപ്പിക്സ് കവർ ചെയ്ത് എത്തുക. അപ്പൊ ദാ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. So human resource refers to the people who have the manpower which can be utilized in the production sector. Human resource എന്ന് പറയുന്നത് ജനങ്ങളാണ്. അവർക്ക് എന്തുണ്ട്, മാൻ പവർ ഉണ്ട്. അത് നമുക്ക് എവിടെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, പ്രൊഡക്ഷൻ സെക്ടറിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. സോ ഹ്യൂമൻ റിസോഴ്സ് റിഫേഴ്സ് ടു ദ പീപ്പിൾ ഹു ഹാവ് ദ മാൻ പവർ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ സെക്ടർ. ഓക്കെ, ഇനി ഈ മാൻ പവർ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, മാൻ പവർ എന്ന് പറയുന്നത്. Therefore, human resource is necessary for the progress of any country. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും പ്രോഗ്രസ്സിന് എന്താവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതിന് ചില വഴികളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഈസ് എ ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ 3 വഴികളിലൂടെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതായത് ഒരു മനുഷ്യന്റെ ഫിസിക്കൽ എബിലിറ്റീസും കൂട്ടണം, മെന്റൽ എബിലിറ്റീസും ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് 3 വഴികളിലൂടെ, ഒന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഹെൽത്ത് കെയർ, ട്രെയിനിങ്. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് തന്നെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്. അപ്പൊ അത് ഏതൊക്കെയാണ് ലെവൽസ് എന്നുള്ളത് നോക്കാം. ആദ്യം ഇൻഡിവിജ്വൽസ് ടേക്സ് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ. ആദ്യം ഇൻഡിവിജ്വൽസ് അവരുടെ സ്കിൽ, ഇപ്പൊ എനിക്ക് എൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അപ്പൊ ആദ്യം ഞാൻ അതിനുള്ള എഫേർട്ട് എടുക്കും. അതിനുശേഷം എന്താണ്, ഫാമിലി നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദ ഇൻഡിവിജ്വൽസിന്റെ പൊട്ടൻഷ്യൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ആരായിരിക്കും, ഫാമിലി ആയിരിക്കും. ഇനി ഇത് കൂടാതെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസും. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കൂൾസ് ഒക്കെ പറയാം. ഓക്കെ, then finally nation provides the necessary facilities for its people to develop their skills. ഇനി ഫൈനലി ഒരു രാജ്യവും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ രാജ്യത്തിലെ ജനങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നെസസറി ആയിട്ടും വേണ്ട ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇൻഡിവിജ്വൽ, ദെൻ ഫാമിലി അതിനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഫൈനലി നേഷൻ. ഇതാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഒരു 4 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സിന് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ്? ക്വാണ്ടിറ്റി നമുക്ക് അളന്ന് തിട്ടപ്പെടും കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഷോപ്പിൽ ചെന്ന് 1 കിലോ പഞ്ചസാര വാങ്ങിച്ചു എന്ന് കരുതുക. അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം അല്ലേ. ബട്ട് നേരെ മറിച്ച് നമ്മൾ ഒരു ആളുടെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം, ആളുടെ എന്താ പറയുക, ആളെ എങ്ങനെയാണ്, ആളുടെ നിറം എങ്ങനെയാണ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതെല്ലാം ക്വാളിറ്റി ബേസ്ഡ് ആണ്. അപ്പൊ ക്വാളിറ്റി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, ഫൈൻ, ഗുഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രം. പക്ഷെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് നേരെ മറിച്ച് ക്വാണ്ടിറ്റിയോ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. സോ വി ക്യാൻ ഏബിൾ ടു മെഷർ ഇറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് സൈസ് ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതിൽ തന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് വരുന്നുണ്ട്. ദെൻ പോപ്പുലേഷൻ സ്ട്രക്ചർ ആയിട്ടുള്ള ഏജ് സ്ട്രക്ചർ, സെക്സ് റേഷ്യോ, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ഡിപെൻഡൻസി റേഷ്യോ. അപ്പൊ ഇതെല്ലാം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ആണ്. ഇതെല്ലാം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇനി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് രണ്ടെണ്ണം ഉണ്ട്. എഡ്യൂക്കേഷൻ, അതായത് ലിറ്ററസി റേറ്റ് അതിൽ വരുന്നു. ദെൻ ഹെൽത്ത് കെയർ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുക? ലൈഫ് എക്സ്പെക്ടൻസിയുടെ ബേസിസിൽ. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഓരോ കോൺസെപ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സൈസ് ഓഫ് പോപ്പുലേഷൻ. എന്താണ് സൈസ് ഓഫ് പോപ്പുലേഷൻ? ഇറ്റ് റിഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം. 3 പോയിന്റ് ഇതിനകത്ത് കീ പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എ കൺട്രി അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ സമയത്തിനകത്ത് ഒരു രാജ്യത്ത് റിസൈഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ സൈസ് ഓഫ് പോപ്പുലേഷൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഡെമോഗ്രഫി എന്താന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ഈ ഡെമോഗ്രഫി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അത് എന്തൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ, ചേഞ്ച് ഇൻ ഇറ്റ് സൈസ്, ഇറ്റ്സ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ്, ഇതെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ആണ് ഡെമോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഓരോ രാജ്യവും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട് ഓൺ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ കൺട്രി, their age, sex, socio-economic status, etc. and analyzes these at specific intervals of time. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്പെസിഫിക് ഇന്റർവൽസ് ഓഫ് ടൈമിനകത്ത് അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് എടുക്കാൻ വരില്ലേ? അതാണ് ഇവിടെ. അപ്പൊ ഇന്ത്യയിലെ ഈ സെൻസസ് ആക്ടിവിറ്റീസ് എല്ലാം നോക്കി നടത്തുന്ന ഓഫീസ് ഏതാണ്? പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. ഓക്കെ, പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് സെൻസസ് ആക്ടിവിറ്റീസ് എല്ലാം നോക്കി നടത്തുന്നത്. അപ്പൊ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിതേ. ഓക്കെ, ഇനി ഇന്ത്യക്കില് പോപ്പുലേഷൻ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സെൻസസ് എപ്പോഴാണ് നടന്നത്? 2011ലാണ് ലാസ്റ്റ് സെൻസസ് നടന്നത്. അപ്പോൾ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് 1 മാർച്ച് 2011ന്റെ അടിസ്ഥാനത്തിലാണ്. അക്കോർഡിംഗ് ടു ദിസ്, ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ഇന്ത്യയിൽ 121.02 crores of peoples are there in our country. ഓക്കെ, ഇത് 2011ലെ കണക്കനുസരിച്ചിട്ടാണ്. അടുത്തൊരു സെൻസസ് നടക്കേണ്ടിയിരുന്നത് 2021ലാണ്. കുറച്ച് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസും ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് അതന്ന് കംപ്ലീറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പൊ എസ്റ്റിമേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. പക്ഷെ അതനുസരിച്ച് നമുക്കിപ്പോ 135ലധികം കോടി ജനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. സോ മുമ്പ് ചൈനയായിരുന്നു, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കാനുള്ളത് 2011ലെ സെൻസസിന്റെ ബേസിസിലാണ്. ഓക്കെ, ഈ പറയുന്ന 121 crores of പീപ്പിളിനകത്ത് 58.65 crores മെയിൽ ആണ്, ഫീമെയിൽ ആണ്. 62.37 crores എങ്ങനെയാണ്? മെയിൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, പുരുഷന്മാരും സ്ത്രീകളും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം എന്തിനാണ് ഈ പോപ്പുലേഷന്റെ പഠനം എന്തിനാണ് നമ്മൾ നടത്തുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ പോപ്പുലേഷൻ സ്റ്റഡീസ് ഹെൽപ് ദ ഗവൺമെന്റ് ടു ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ദ ഡിഫറെന്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വ്യത്യസ്ത തരം ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ്ലി മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും? ഈ പറയുന്ന പോപ്പുലേഷൻ സ്റ്റഡീസ് മനസ്സിലാക്കും. അപ്പൊ അതനുസരിച്ച് പ്ലാൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് അക്കോർഡിംഗ്ലി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻഫോംസ് ദി അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ it depicts the extent of basic facilities required by the people. എത്രത്തോളം ബേസിക് ഫെസിലിറ്റീസ് ആണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാനും ഈ പറയുന്ന പോപ്പുലേഷൻ സ്റ്റഡീസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി quantifies the goods and services required. എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി ഡിറ്റർമൈൻസ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ്. സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനും ഈ പോപ്പുലേഷൻ സ്റ്റഡി കൊണ്ട് സാധിക്കും. അപ്പൊ മൊത്തം 5 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ നിന്നും എത്ര പോയിന്റ് പഠിക്കണം? സോ മിനിമം 4 പോയിന്റ് എങ്കിലും പഠിക്കണം. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്തിനാ പോപ്പുലേഷൻ സ്റ്റഡി നടത്തുന്നത്?
അപ്പൊ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നോക്കാം. സോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ 2014 ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പൊ അതനുസരിച്ച് വേൾഡ് പോപ്പുലേഷൻ എത്രയാണ്? 724.4 crores പീപ്പിൾ ആണ് വേൾഡിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 in 6% of the world population is an Indian. 6ൽ ഒരാൾ ആരാണ്? ഇന്ത്യക്കാരനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 17.5% of the world population is in India. അപ്പൊ വേൾഡ് പോപ്പുലേഷനിലെ 17.5% ആളുകളും എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ചൈന റാങ്ക്സ് ഫസ്റ്റ് ഇൻ പൊസിഷൻ വിത്ത് 19.4%. ഓക്കെ, 19.4% ഉള്ള ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യ സെക്കൻഡ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 2014 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എ ലാൻഡ് ഏരിയ ഇന്ത്യ റാങ്ക് 7th വിത്ത് ഓൺലി 2.4%. ഓക്കെ, ലാൻഡ് ഏരിയയുടെ കേസിൽ പറയുകയാണെങ്കിലോ ആകെ ഇന്ത്യയിൽ 2.4% ലാൻഡ് ഏരിയ ഉള്ളൂ. വേൾഡിലെ ലാൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് 7ാം റാങ്ക് ആണ് ലാൻഡ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഈ പറയുന്ന 2.4% സ്ഥലത്തിനകത്താണ് ഈ പറയുന്ന 17.5% ആളുകളും താമസിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആൻഡ് ചൈന can play a major role in making human resource available. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയൊരു റോൾ പ്ലേ ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ ആണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. എന്താ ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ? ജനസാന്ദ്രത. Okay, density of population refers to the number of people per square kilometer area. For example, ഇതൊരു സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ refers to the number of people per square kilometer area. ആകെ രണ്ട് പോയിന്റ്, number of people per square kilometer area. ഇതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ദിസ് ഡിഫേഴ്സ് ഇൻ വേരിയസ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. പക്ഷെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പലതരത്തിലാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. കാരണം എന്താ? ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഒരേ അളവിലാണോ ഈ പറയുന്ന ലാൻഡ് ഏരിയ ഉള്ളത്? ഇല്ല. അപ്പൊ അതിന് മാറ്റം വരുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനിലും മാറ്റം വരും. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, population growth rate in India. Population growth refers to the increase in the number of people in an area with a specified period of time. ഒരു specified period of time നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ആ ടൈമിനകത്ത് എത്രത്തോളം population increase ചെയ്തു, ഓക്കെ, എത്രത്തോളം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് നോക്കുന്നതാണ് എന്ത്? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് refers to the increase in the number of people in an area within a specific period of time. Okay, it is indicated in terms of percentage and states the increase in a year as compared to the previous year. For example, ഇപ്പൊ 2023 ഒരു രാജ്യത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കി. ഇതേ തന്നെ നമ്മൾ 2024 പോപ്പുലേഷനുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ 2023 ഈ പറയുന്ന പോപ്പുലേഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് പറയാം. അപ്പൊ അത് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പെർസെന്റേജിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നോക്കാം, ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്തു, പക്ഷെ ഡെത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. അതായത് ഒരുപാട് പേര് ജനിച്ചു, പക്ഷെ കുറച്ച് പേരെ മരിച്ചുള്ളൂ. അപ്പൊ എന്താണ്? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം പോപ്പുലേഷൻ അവിടെ കൂടുക ചെയ്തത്, അല്ലെ? കാരണം ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേര് ജനിച്ചു, പക്ഷെ കുറച്ച് പേരെ മരിക്കുന്നുള്ളൂ. അപ്പൊ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. ഇനി ബർത്ത് റേറ്റ് ഡിക്രീസസ് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻക്രീസസ്. ഇനി എന്താണ്? ജനിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, പക്ഷെ മരിക്കുന്നവരുടെ എണ്ണം കൂടി. അപ്പൊ എന്താ സംഭവിക്കുക? പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യുക. ഇനി ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഈക്വൽ. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഈക്വൽ ആണെങ്കിലോ പോപ്പുലേഷനിൽ ഒരു ചേഞ്ചും ഇല്ല. Okay, and finally migration. എന്താണ് മൈഗ്രേഷൻ? പോപ്പുലേഷൻ increases in one region but decreases in another region. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്? മൈഗ്രേഷൻ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോയതെങ്കിൽ എയിലെ പോപ്പുലേഷൻ കുറഞ്ഞു, ബിയിലെ പോപ്പുലേഷൻ കൂടി, അങ്ങനെയല്ലേ വരിക. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? So the movement of people from one region to another region. Population increases in one region but decreases in another region. Okay,
അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. എല്ലാ ടോപ്പിക്കും ഒന്നിനൊന്ന് മെച്ചാണ്, എളുപ്പമാണ്. എല്ലാവർക്കും ടോപ്പിക് എല്ലാം ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് കേട്ടോ. പോപ്പുലേഷൻ സ്ട്രക്ചർ ഉണ്ട്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആൻഡ് ഡിപ്പെൻഡൻസി റേഷ്യോ, സെക്സ് റേഷ്യോ, qualitative features of human resource, how education helps in the development of a country, literacy rate, which are the institutions at various levels to provide education in a country, Right to Education Act, what are the problems still exist in the education sector of India which need to be solved. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ ടോപ്പിക്കുകളെല്ലാം ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എല്ലാം എടുത്ത് പഠിക്കുക. അടുത്തൊരു ടോപ്പിക് വരുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. സോ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാം. Anyway, thank you so much for watching today's session. See you in another session. Okay, till then, thank you and have a nice day. Bye bye.